നമസ്തേ ലേ മെറിഡിയൻ. നമ്മൾ ഓണസദ്യയൊക്കെ ഏതാണ്ട് കഴിച്ചു കഴിഞ്ഞു. നമ്മൾ ഔട്ടത്തിൻ്റെ അന്ന് ഒരു നോൺ വെജ് കഴിക്കണം. അതിലേക്ക് നമ്മൾ ഒരു മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ലേ മെറിഡിയനിലെ സ്പെഷ്യൽ നോൺ വെജ് അടിക്കുന്ന ഷെഫാണ് അജോ. നമ്മൾ മട്ടൺ സ്റ്റോക്കിൽ ഫ്രഷ് മട്ടൺ എടുത്ത് ബോയിൽ ചെയ്യുക. അതിൽ വോൾ ഗരം മസാല, ഏലക്ക, സിനമൺ, പെരിഞ്ചീരകം നമുക്ക് യൂസ് ചെയ്യാം. ബോയിൽ ചെയ്ത മട്ടനാണിത്. അതുപോലെ ബോയിൽ ചെയ്ത ക്യാരറ്റ്. നമുക്ക് ആദ്യമായി കോക്കനട്ട് യൂസ് ചെയ്യാം. ഓയിലൊന്ന് ചൂടായതിനു ശേഷം പെരിഞ്ചീരകം, ഇവിടെ കൂടുതലായും ഇത് ഫോറിനേഴ്സ് എല്ലാം വരുമ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഡിഷാണ് മട്ടൺ സ്റ്റൂ. സവാള നീളത്തിലരിഞ്ഞത്, ഒന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് നീളത്തിലരിഞ്ഞ ഇഞ്ചി, ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് നടുവേ പിളർത്തിയിടാം. ഇത് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് 2 പീസും കൂടി ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ബോയിൽ ചെയ്ത മട്ടൻ, ക്യാരറ്റും ചേർക്കാം. ഇത് മട്ടൻ ബോയിൽ ചെയ്ത വാട്ടറാണ്. മട്ടൺ സ്റ്റോക്ക് നമ്മൾ പ്രത്യേകം തയ്യാറാക്കി വെക്കുന്നതാണ്. ഒന്ന് കുക്കുവാകുന്നതിന് വേണ്ടി നമുക്ക് 5 മിനിറ്റ് ഒന്ന് മൂടി. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷ് തേങ്ങ അരച്ച് പിഴിഞ്ഞെടുത്ത് തന്ന പാലാണിത്. മട്ടൺ ബോയിൽ ചെയ്തായതുകൊണ്ട് അധികം സമയം വേണ്ട. മട്ടൺ കുക്കായ വെള്ളം തന്നെയാണ് നമ്മൾ ഇതിൽ ഒഴിച്ചേക്കുന്നത്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇത് കൂടുതലും കഴിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ്, വെള്ളാപ്പത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഇതിന് യൂസ് ചെയ്യുമ്പോൾ സവാളയൊന്നും അധികം വാടാറില്ല. സവാളയിൽ ആ ഒരു ജസ്റ്റ് ഒന്ന് വഴറ്റൊന്നും മാത്രമേ ഉള്ളൂ. മട്ടൺ ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. അതിപ്പോൾ നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, ഫ്രഷ് കറി ലീവ്സ് നമുക്കൊന്ന് കീറിയിടാം. ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇത് സ്വാദിഷ്ടമായ മട്ടൺ സ്റ്റൂ ആണ്. ചേട്ടൻ ടേസ്റ്റ് അല്ല, വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നതാണ്. നന്നായി നല്ല സോഫ്റ്റ് മട്ടനാണ്. നല്ല സ്വാദുള്ള മട്ടൺ സ്റ്റൂ ഇതാണ് നിങ്ങൾക്ക്.